ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് തേങ്ങയും റവയും പഴവും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന, ഒരു എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഓയിലൊന്നും അധികം ഉപയോഗിക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടു നോക്കിയാലോ? എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി, 3 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം 1 കപ്പ് റവ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് കുറുക്കിയെടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി ഒരു ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഒരു അച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ശർക്കരപ്പാനിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന റവ മിക്സിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തൂകിയ ശേഷം ഇതൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇവിടെ ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാതും ഈ സിലിണ്ടറിൻ്റെ ഷേപ്പിൽ ഷേപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ്ങും ഇതേമാതിരി തന്നെ ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ സ്നാക്ക് ഓരോന്നും എടുത്ത് കയ്യിൽ വെച്ച് ഇതേമാതിരി കൈവിരലുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കയ്യിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ പുരട്ടേണ്ടതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാം. ഇതേമാതിരി ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്ത ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേമാതിരിയുള്ള ഷേപ്പിലാണ് എല്ലാതും റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു സ്റ്റീമർ അടുപ്പിലേക്ക് വെക്കാം. അതിൽ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇത് ഓരോന്നും വെച്ച് കൊടുക്കാം.
ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് തേങ്ങ എടുക്കാം. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും എടുത്ത് ഇതിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.